ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുവാശ്ശേരിക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. നേരെ ചൊവ്വേ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി. ഇനിയിപ്പൊ മോളേന്ന് വിളിക്കാൻ അവർക്ക് ഇവളല്ലേ ഉള്ളൂ. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും. അല്ല വരണേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നിങ്ങളിരിക്കെ. എനി ഗുഡ് ന്യൂസ്? ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? സകല തയ്യാറെടുപ്പുകളോടുമാണ് അവർ നിത്യേന കടലിലേക്ക് പോകുന്നത്. പക്ഷെ ചില ദിവസം അവർ തിരിച്ചു വരുന്നത് ശൂന്യമായ വലകളോടെയായിരിക്കും. അത് കടലിൽ മീനില്ലാത്തത് കൊണ്ടല്ല. മാഡം, അരിച്ചു പറക്കാൻ ആ വഴിയിൽ ഇനി ഒരു CCTV പോലും ബാക്കിയില്ല. പക്ഷെ ആ വാഹനം കടന്നുപോയത് ഒരിടത്തുമില്ല. അതിവിദഗ്ധമായ ഒരു പ്ലാനിംഗ് ഉണ്ട് മാഡം. നാച്ചുറൽ. എടോ, അന്വേഷണ ഉദ്യോഗസ്ഥരെക്കാൾ തെളിവ് തേടി അലയുന്ന നമ്മളെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ക്രിമിനൽസ്. അവരെ വേട്ടയാടി പിടിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഇനി അവരെ വേട്ടയാടി പിടിക്കുന്നത് എങ്ങനെയാണ് മാഡം? സത്യത്തിൽ മേഡം കാണിക്കുന്ന മാജിക്ക് പ്രതീക്ഷിച്ച ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഓ, എന്റെ രീതികളെ കുറിച്ച് അങ്ങനെ ഒരു കോഡുണ്ടോ നിങ്ങളുടെ ഇടയിൽ? ഉണ്ട് മാഡം. പലപ്പോഴും ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത കേസുകളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് മാഡം ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനെ മാജിക് എന്നല്ലാതെ മറ്റെന്ത് പറയാനാ? താങ്ക് യു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇഷ്യൂസ് രണ്ടാണ്. ഒന്ന്, പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തണം. അവർക്ക് ചന്ദ്രശേഖരനും CAയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് കണ്ടുപിടിക്കണം. ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ പോലെ മാജിക് ആണെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ട്രൈ. പറയൂ മാഡം. എന്തു പറയുന്നു? ഇത് വർക്കൗട്ട് ആവും മാഡം. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച മാജിക്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ട്രൈ. കൊള്ളാവുന്ന ഒരു ഇര ചൂണ്ടയിൽ കുത്തി നമ്മളിടുന്നു. നിർഭാഗ്യം ചന്ദ്രശേഖരന്റെ കൂടെ ഉണ്ടെങ്കിൽ ചന്ദ്രശേഖരൻ അതിൽ കൊത്തിയിരിക്കും.
ആ എന്താ ഏട്ടത്തി, ഹോസ്പിറ്റലിൽ പോയോ രണ്ടുപേരും? അല്ല, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്നല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങള് പോയില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ, അത് മതി. ആ മുത്തശ്ശി, അതെ, ഇടയ്ക്ക് വെച്ച് രാധികയുടെ അച്ഛനൊന്ന് വിളിച്ചിരുന്നു. കണിമംഗലത്ത് നിന്ന് എല്ലാവരും കൂട്ടി വിരുന്നുണ്ടാൻ ചെല്ലാൻ പറയുന്ന കാര്യത്തിനാണ് വിളിച്ചത്. അവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാതിരിക്കല്ലേ, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വരെ നടക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി. അവിടുന്ന് വിരുന്നുകൊണ്ട് വരുന്ന വഴിയാ. ഓ വിരുന്നിന് ഞങ്ങളെ കൊണ്ടുപോണ്ടാന്ന് ചിലപ്പോ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാ മോളെ അങ്ങനെ പറയുന്നേ? അവിടെ മുത്തശ്ശി സുഖമില്ലാതിരിക്കല്ലേ, അവര് ചെയ്ത തന്നെയാ ശരി. ഒരാൾക്ക് സുഖമില്ലെങ്കിലും വിരുന്ന് തന്നെയല്ലേ. ചെറുക്കനും പെണ്ണും കൂടി ആദ്യമായിട്ട് വിരുന്നിന് ചെല്ലുമ്പോ അച്ഛനമ്മമാര് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നൊരു ശീലമുണ്ട്. വരുൺ എന്താ അമ്മയച്ചൻ തന്നത്? കാശാണോ അതോ കാറാണോ? ആറ്റുവാശ്ശേരിക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. ആ നേരെ ചൊവ്വേ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി. ഇനിയിപ്പൊ മോളേന്ന് വിളിക്കാൻ അവർക്ക് ഇവളല്ലേ ഉള്ളൂ. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും, അല്ലേ വരണേ? ആ കാര്യമായിട്ട് തന്നിട്ടുണ്ട് അടുത്ത്. അതെ, ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമാ അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്നത്, രാധികയെ. അതിൽ കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടില്ല എന്നറിയുമ്പോ പിന്നെ ത്യാഗിയാവുന്നതാ നല്ലത്, അല്ലേ വരണേ? അമ്മേ, സൂര്യയും കൂട്ടി ഞാൻ എന്റെ വീട്ടില് വിരുന്നിന് പോയപ്പോ എന്തൊക്കെയാ അവിടുന്ന് തന്ന സമ്മാനങ്ങളെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കൽപ്പനെ. പക്ഷേ ഓരോന്നിനും ഓരോ സാഹചര്യമല്ലേ. വിരുന്നിന് സമ്മാനങ്ങൾ കിട്ടാത്തത് കാരണം രാധികയെ ചെറുതാക്കി കാണാനൊന്നും നീ നോക്കണ്ട. ഓ, ഞാൻ ആരെയും ചെറുതാക്കാനും വലുതാക്കാനൊന്നും നോക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. എടുത്തേ, എന്റെ അച്ഛനൊന്നിനും മാർഗമില്ല. മുത്തശ്ശിയെ ചികിത്സിക്കാനുള്ള ചെലവ് തന്നെ അച്ഛൻ പെടാപ്പാട് പെടുക. ഇങ്ങനൊരു ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയോ?